സ്ക്രിപ്റ്റിന് പഞ്ഞം ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ പ്രൊഡ്യൂസേഴ്സിന്. ഇതുവരെ നായികയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടില്ല. എത്രയോ നായികമാരുണ്ട് നമുക്ക്, നമ്മൾ പക്ഷേ അവരെ വേണ്ട രീതിയിൽ നല്ല ക്യാരക്ടേഴ്സ് കൊടുത്ത് കാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം. എത്രയോ പേരുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്. ഇപ്പോൾ ഹണി റോസ് എന്ന് പറഞ്ഞൊരു നായിക എത്രയോ കാലം മുമ്പേ മലയാളത്തിൽ വന്നിട്ട് പിന്നെ പടങ്ങൾ അധികം ചെയ്യാതെ അല്ലെങ്കിൽ പടങ്ങൾ ഇല്ലാതെ ഇരുന്നൊരു ആർട്ടിസ്റ്റായിരുന്നു. ട്രിവാൻഡ്രം ലോഡ്ജ് എന്നുള്ളൊരു സിനിമ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു എവിടെയെന്ന് ആൾക്കാർ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു മേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കിട്ടാൻ ഒരുപാട് സമയം ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് പ്രശ്നം. പിന്നെ ഫോർ എക്സാമ്പിൾ തെസ്നി ചേച്ചി നല്ലൊരു ആർട്ടിസ്റ്റാണ്. തെസ്നി ചേച്ചിയുടെ വേറൊരു ഷെയ്ഡ് അല്ലെങ്കിൽ വേറൊരു കാലിബർ നമ്മൾ മനസ്സിലാക്കിയത് ബ്യൂട്ടിഫുൾ വന്നപ്പോഴാണ്. അപ്പോൾ അതിന് ഓരോരുത്തർക്ക് ഓരോ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അത് കിട്ടുമ്പോഴേ അത് ഓരോരുത്തർക്ക് ആ ഒരു സമയം തെളിയാന്ന് നമ്മൾ പറയണ പോലെ കുറേയൊക്കെ ചിലപ്പോൾ സ്റ്റാർ വാല്യൂ നോക്കുന്നുണ്ടാവും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടി തോന്നുന്നുണ്ട് ഈ കുട്ടി ഇത് ചെയ്താൽ നന്നാവുമെന്ന് തോന്നുമ്പോഴേ നമ്മൾ ആ ഒരു നടിയിലേക്ക് എത്തുള്ളൂ. പിന്നെ ഈ നടി തന്നെ ചെയ്യണം എന്നുള്ള സംഭവമൊന്നും ഇപ്പോൾ ഇവിടെ ആരുടെ കയ്യിലില്ല. ഈ ആക്ട്രസിന് ഡേറ്റ് ഇല്ലെങ്കിൽ വേറെ ആരാ അവൈലബിൾ എന്ന് നോക്കും. അതിവിടെ അങ്ങനെ പറ്റുള്ളൂ. അതിപ്പോൾ സൗത്തിലാണെങ്കിൽ സൗത്ത് കംപ്ലീറ്റ് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം ഒരു നടിക്ക് വേണ്ടിയിട്ടും അവർ വെയിറ്റ് ചെയ്യൊന്നുമില്ല. ഇപ്പോൾ ഓക്കെ ഇപ്പം അനുഷ്ക എടുക്കുകയാണ്, അപ്പോൾ അനുഷ്കയ്ക്ക് ഡേറ്റ് ഇല്ല, അനുഷ്കയ്ക്ക് വേണ്ടി ഞാനൊരു 6 months വെയിറ്റ് ആരും ചെയ്യില്ല. അനുഷ്കയിലെ ഓക്കെ അടുത്ത ആളെ ആരാ അങ്ങനെ നോക്കുള്ളൂ. അതൊരു ഫാക്റ്റാണ്. എനിക്ക് അങ്ങനെ ഒരു അസോസിയേഷനായിട്ട് ഉണ്ടാക്കി വെക്കണമെന്നില്ല. എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ത്രൂ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വെറുതെ പോവുകയാണെങ്കിലും. എനിക്ക് അതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി ഒരു ബാനർ കെട്ടി അല്ലെങ്കിൽ അഭിവാദ്യങ്ങൾ അറിയിച്ച് എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമില്ല. ആക്ച്വലി തമിഴിലൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ഫോൺ വിളിച്ച ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞങ്ങളിങ്ങനെ തുടങ്ങട്ടെ എന്നൊക്കെ. ഞാൻ ഇല്ല, എനിക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി. നിങ്ങൾ സപ്പോർട്ട് എന്നെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ മൂവീസ് കാണും, സപ്പോർട്ട് ചെയ്യും, അത് മതി. എനിക്ക് വേണ്ടി നിങ്ങൾ ഫ്ലെക്സ് ഒന്നും ഇറക്കണ്ട, അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഹീറോസിന് ചെയ്യുമ്പോൾ കാണാനൊരു രസമുണ്ട്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇത് നോക്കുകയാണെങ്കിൽ പ്ലസ് ആണ്, പോസിറ്റീവാണ്. കാരണം പണ്ട് ഈ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ട്വിറ്റർ അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു പടത്തിൻ്റെ റെസ്പോൺസ് നമ്മൾ അറിയാൻ ശരിക്കും ഒരു 4-5 ദിവസമാവും. ചിലർ പറയും ആ ഏരിയയിൽ വലിയ കുഴപ്പമില്ല, ഈ ഏരിയയിൽ കുഴപ്പമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു വരണം. ഇപ്പോൾ ഫസ്റ്റ് ഡേ നമുക്കറിയാം പടം ഫ്ലോപ്പാണോ ഹിറ്റാണോ എന്നുള്ളത്. അത് നല്ല കാര്യമാണ്. പിന്നെ കാശ് കൊടുത്തിട്ട് പൈസ പ്രൊഡ്യൂസേഴ്സ് ചിലപ്പോൾ മുടക്കുന്നത് 5 കോടി 6 കോടി ആയിരിക്കും. പക്ഷേ ഒരു പ്രേക്ഷകന് അവർ മുടക്കുന്ന 60 രൂപ അല്ലെങ്കിൽ 100-120 രൂപയായിരിക്കും വലുതായിട്ട് കാണുന്നുണ്ടാവുക. പിന്നെ അവർ ഒരു സിനിമ കണ്ടിട്ട് അവർക്ക് ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല, അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ ഈ പറയുന്ന പ്രേക്ഷകർ തന്നെയാണ് ഒരു പടം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ് പബ്ലിസിറ്റി കൊടുക്കുന്നതും അല്ലെങ്കിൽ അതിനെ പൊക്കിക്കൊണ്ട് എടാ പടം കൊള്ളാമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ആ പോസിറ്റീവ് സൈഡും നമ്മൾ കാണണം. പടം കൊള്ളില്ലെങ്കിൽ പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കഷ്ടപ്പാടല്ലേ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും അതൊന്നും സെൻറ്റിമെൻറ്റ്സ് അവർക്കത് ആലോചിക്കേണ്ട കാര്യമില്ല. എല്ലാ പടത്തിനും ഹാർഡ് വർക്ക് ഉണ്ട്, ബുദ്ധിമുട്ടുകളാണ് ഒക്കെയാണ്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ പടം കൊള്ളില്ലെങ്കിൽ ഓഡിയൻസ് എന്തായാലും കാണാൻ പോകുന്നില്ല. അത് പിന്നെ ആ സെൻറ്റിമെൻറ്റ്സ് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പടം നല്ലതാണോ, എൻ്റർടൈനിങ് ആണോ, ആൾക്കാർ ഓടിക്കും, അത്രേ ഉള്ളൂ. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ സിനിമ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. ആൾക്കാർ പുറത്ത് നിന്ന് കാണുമ്പോൾ എല്ലാവരുടെയും വിചാരം സിനിമ ഭയങ്കര കുഴപ്പമാണ്, സിനിമാക്കാർ അങ്ങനെയാണ്. ഒരു സിനിമാക്കാരെ പോലും പരിചയമില്ലാത്ത ആൾക്കാർ വരെ പറഞ്ഞിട്ടുണ്ടാകും അയ്യോ സിനിമാക്കാരാണെങ്കിൽ ഭയങ്കര അങ്ങനെ ഇങ്ങനെ. ഒരു സിനിമാക്കാരെ പോലും പരിചയം ഉണ്ടാവില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് പറയുന്ന ആൾക്കാരാണ്. അത് സിനിമയിൽ അകത്ത് വരുമ്പോഴേ സിനിമ എന്താണെന്ന് അറിയുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു ക്രൗഡുള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്യുകയാണ്. കുറച്ച് പെട്ടെന്ന് ക്രൗഡ് വന്നാൽ ഫസ്റ്റ് മോള് മറ്റേ വണ്ടി പോയിരുന്നോ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഹീറോവോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജറോ അല്ലെങ്കിൽ ഡയറക്ടറോ ആയിരിക്കും. ഞാൻ സാധാരണ കോളേജിൽ പോകുന്ന അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നൊരു പെൺകുട്ടിയാണെങ്കിൽ എൻ്റെ കൂടെ ഒരിക്കലും എൻ്റെ അച്ഛനും അമ്മയ്ക്കും രാവിലെ തൊട്ട് രാത്രി വരെ ഇരിക്കാൻ പറ്റില്ല. ഇവിടെ പുറത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അങ്ങനെ എവിടെയുമില്ല അങ്ങനെ ഒരു സേഫ്റ്റി. എൻ്റെ അനുഭവത്തിൽ സിനിമയാണ് ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം. എനിക്ക് ശരിക്കും എൻ്റെ ഒരു ഫാമിലി ഫീലാണ് സിനിമയിൽ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേട്ടാ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് വിളിച്ച് പറയാനുള്ള ഒരുപാട് നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ട്, നല്ല സപ്പോർട്ട് തരുന്ന ആൾക്കാരുണ്ട്. സോ കല്യാണം കഴിഞ്ഞ സിനിമ മറ്റൊരു തൊഴിലാണ്. കല്യാണം കഴിഞ്ഞുകൊണ്ട് അത് നിർത്തി പോകേണ്ട കാര്യമൊന്നുമില്ല. നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് ആരാണ് ഇപ്പോൾ സിനിമ അങ്ങനെ നിർത്തി പോകുന്നത്? ഇപ്പോൾ ബോളിവുഡിലൊക്കെ നോക്കുകയാണെങ്കിൽ കല്യാണം അവരുടെ ലൈഫിലൊരു ഭാഗം, സിനിമ തൊഴിലാണ്. നല്ല പ്രോജക്ട്സ് വന്നാൽ തീർച്ചയായിട്ടും അഭിനയിക്കും, അവർക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെയാണ് ചിലർ കല്യാണം കഴിഞ്ഞാൽ ഇനി സിനിമയിൽ അഭിനയിക്കില്ല എന്നൊക്കെ. നമ്മുടെ ലൈഫും പ്രൊഫഷനും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ എന്തുകൊണ്ട് ഹീറോസ് എല്ലാവരും കല്യാണം കഴിക്കുന്നുണ്ട്, അവർ പിന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ടാണ് ഹീറോയിൻസിന് ബുദ്ധിമുട്ട്? സോ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അല്ലാതെ ഇനി എൻ്റെ ഭാര്യ എവിടെ അഭിനയിക്കാൻ പോകണ്ട, ആരെയും അങ്ങനെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. പക്ഷേ അതൊരു തൊഴിൽ മാത്രമാണ് സിനിമ. ഒരാളെ മറ്റേ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് പോകുന്നതൊക്കെ തൊഴിലിൻ്റെ ഒരു ഭാഗമാണ്. ഇതൊരു കംപ്ലീറ്റ് ഒരു വേറെ തന്നെ ഒരു പ്രൊഫഷൻ, ഒരു ടീച്ചിങ് പോലെ അല്ലെങ്കിൽ ഒരു എന്നുള്ള പോലെ വേറൊരു പ്രൊഫഷനാണ് സിനിമ. സിനിമേനെ വേറൊരു വൃത്തികെട്ട രീതിയിൽ കാണുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പോൾ
എനിക്ക് തോന്നുന്നു അങ്ങനെ നിർത്തിപ്പോണ്ട ഒരു സംഭവമൊന്നുമില്ല. വിവാഹം ഞാൻ മെൻ്റലി പ്രിപ്പയർഡ്. എനിക്ക് ഒരിക്കലും വീട്ടിൽ നിന്ന് അങ്ങനെ നീ ഇപ്പോൾ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ നീ കല്യാണം കഴിക്കണ്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇതൊക്കെ കംപ്ലീറ്റ്ലി എൻ്റെ ടേക്കാണ്. ഞാൻ റെഡിയാണ് കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ കല്യാണം ഉണ്ടാവും. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ധൃതിയും ഇല്ല, എന്നാൽ എനിക്കിപ്പോൾ വേണ്ടാന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി കല്യാണം ഉണ്ടാവും. മേ ബി ചിലപ്പോൾ ഈ വർഷമായിരിക്കാം, ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കാം. 2 കാര്യങ്ങളാണ്. ഒന്ന്, പടം നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊമോഷൻ്റെ ഒരു ആവശ്യമില്ല. ആൾക്കാരത് ഏറ്റെടുത്തോളും. പടം നല്ല വിജയമായി അങ്ങനെ പോയിക്കോളും. നേരെ മറിച്ച് പടം മോശമാവുകയാണെങ്കിലും നമുക്ക് വന്നിരുന്ന് പടം നല്ലതാന്ന് പറയാനുള്ളൊരു ചളിപ്പുണ്ടാവും. ഇതാണ് 2 കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ പടം അത്ര നല്ലതല്ലെങ്കിൽ ഞാൻ പ്രൊമോഷന് പോയിരുന്നിട്ട് അയ്യോ എൻ്റെ പടം വളരെ നല്ലതാണ്, നിങ്ങൾ വന്ന് കാണൂ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഇങ്ങനെ നുണ പറയാമെന്ന് വിചാരിക്കും ആൾക്കാർ. അതല്ല, പടം നല്ലതാണെങ്കിൽ നമ്മളിരുന്ന് പറയേണ്ട കാര്യമില്ല. ആൾക്കാർ ഡെഫിനറ്റ്ലി പോയി കാണും. പടം നല്ല അഭിപ്രായം ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ എനിക്ക് തോന്നുന്നു, അങ്ങനെ ഇതൊക്കെ ഒരാളുടെ അഭിപ്രായമാണ്. അതായത് ഞാൻ ഏത് പടം കാണണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കുന്നതല്ല. അത് നമ്മൾ TV കണ്ടിട്ട് ഓക്കെ ഭാവന പറയുകയാണ് ആ സിനിമ കാണാൻ നമുക്ക് പോയി കണ്ടേക്കാന്ന് ആരും പറയില്ല. എല്ലാവരും വന്ന് നമുക്ക് അവരുടെ തീരുമാനങ്ങളാണ് ഏത് സിനിമ കാണണമെന്ന്. ഇപ്പം ഞാൻ പറയുന്നു എന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു മോഹൻലാൽ പറയുന്നു എന്ന് വിചാരിച്ചിട്ടോ, ദിലീപ് പറയുന്നു അല്ലെങ്കിൽ കുഞ്ചാക്ക ബോബൻ പറയുന്നു എന്ന് വെച്ചിട്ട് ഒരാളും സിനിമ കാണാൻ പോവില്ല. നമ്മൾ പേഴ്സണലി അല്ല അവരെ വിളിച്ച് പറയുന്നത്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു പ്രോഗ്രാമായിട്ട് അവരൊരു ഇൻ്റർവ്യൂ ആയിട്ട് കാണുകയുള്ളൂ. മേ ബി അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പടം മോശമാണെങ്കിൽ ചളിപ്പാണ് വന്നിരുന്നിട്ട് പടം കാണൂ നല്ല പടമാണെന്ന് പറയാൻ. നല്ലതാണെങ്കിൽ നമുക്കൊരു എന്തിനാ പിന്നെ പേടി, അവർ കണ്ടോളുമല്ലോ, ഇത്രയേ ഉള്ളൂ. ഈ പടത്തിനെ പറ്റിയിട്ട് എനിക്ക് കേട്ടിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള റെസ്പോൺസാണ് 100% ഫാമിലി എൻ്റർടൈനർ. അതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ പടം മോശമാണെങ്കിൽ ശരിക്കും ഇൻഡസ്ട്രിയിൽ എൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് എൻ്റെ പടം മോശമാണെങ്കിൽ ഏറ്റവും അതായത് മോശമെന്ന് പറയുന്നത് ഞാൻ തന്നെയായിരിക്കും. വലിയ കാര്യമില്ലാന്നാണ് കേട്ടതെന്ന് ഞാൻ തന്നെ പറയാറുണ്ട്. സോ പോളിടെക്നിക്കിനെ പറ്റി ഞാൻ കേട്ട അഭിപ്രായം 100% ഫാമിലി എൻ്റർടൈനർ. ഫാമിലി ആയിട്ട് വരാം. അങ്ങനെ കുട്ടികളുടെ കണ്ണും കാതും പൊത്തേണ്ട ഒരു സീനുകളുമില്ല. ചിരിക്കാം, പോവാം, അത്രയേ ഉള്ളൂ. അപ്പം നമുക്കറിയാം ഇപ്പോൾ മൂവി ഒരു എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ്. വിഷു, ഈസ്റ്റർ, വെക്കേഷനാണ്. ഫാമിലി എല്ലാവരുമായിട്ട് വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഒരു ലൈറ്റ് ഹാർട്ടഡ് ചെറിയൊരു പടം, അധികം അങ്ങനെ തെറ്റുകൾ പറയാനില്ലാത്ത ഒരു പാവം പടം എന്ന് വേണമെങ്കിൽ പറയാം, ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ. സോ ഈ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിൻപുറത്തെ നന്മയും കുറച്ച് അങ്ങനത്തെ നന്മയുള്ള ക്യാരക്ടേഴ്സുള്ള ഒരു സാധാരണ ഒരു പടം, അത്രയേ ഉള്ളൂ.